സ്ത്രീകൾ വില്ലിംഗ് ആണ് ചെയ്യാൻ, ജോലി ചെയ്യാം, എല്ലാം ചെയ്യാം. ഓക്കെ, പക്ഷെ ദേ ആർ നോട്ട് അപ്രിഷിയേറ്റഡ് ഫോർ വാട്ട് ദേ ആർ ഡൂയിങ്. അപ്പൊ സ്ത്രീകൾക്ക്, ആണുങ്ങൾക്ക് അത്രയും അപ്രിസിയേഷൻ വേണ്ട. അവർക്ക് വേറെ ടൈപ്പ് തിങ്കിങ് ആണ്, ഈഗോയിസ്റ്റിക് ആണ്. എനിക്ക് ആക്ച്വലി അത് വേറെ ഉണ്ട്. അവർക്ക് ഇങ്ങനെ ഏത് നേരം പറയണമെന്ന് ഇഷ്ടമല്ല. പക്ഷെ സ്ത്രീകൾക്ക് എങ്ങനെയാണെന്നറിയോ, എല്ലാ ദിവസവും എല്ലാ നേരവും ഞാൻ ചെയ്തത് നന്നായിട്ടുണ്ട്, എന്നെ കാണാൻ നന്നായിട്ടുണ്ട്. ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഭർത്താവിൻ്റെ കുഴപ്പം കൊണ്ടാണ് ഭാര്യ വേറെ ആളുകളുടെ കൂടെ പോകുന്നത് എന്ന ഒരു ക്യാപ്ഷൻ ഇട്ടിട്ട് സർക്കുലേറ്റ് ചെയ്യുന്നൊരു വീഡിയോ ആണിത്. ഇത് ഒരു ഡോക്ടർ പറയുന്ന കുറച്ച് കാര്യങ്ങളാണ്. അതായത് ഭർത്താവിൻ്റെ അപ്രീസിയേഷൻ, കെയർ ഒന്നും വേണ്ട രീതിയിൽ കിട്ടാണ്ടിരിക്കുമ്പോഴാണ് ഭാര്യ എക്സ്ട്രാ മറിറ്റൽ റിലേഷൻഷിപ്പിന് അല്ലെങ്കിൽ കാമുകൻ്റെ കൂടെ പോകുന്നത്, കാമുകൻ്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യണം എന്നുള്ള കുറച്ച് കാര്യങ്ങളാണ്. ആദ്യം ഈ വീഡിയോ നോക്കുക, എന്നിട്ട് നമുക്ക് വന്ന കുറച്ച് കാര്യങ്ങളൊന്ന് ഷെയർ ചെയ്യാം എന്ന് വിചാരിച്ചു. ഇതിനാണല്ലോ കഷ്ടപ്പെട്ട് അവർക്ക് അപ്രീസിയേഷൻ വേണം. ഫിസിക്കലല്ല, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് വേണം. നീ ചെയ്തല്ലോ, നീ ക്ഷീണിച്ചോ, ഒരു വാക്ക് മതി. പക്ഷെ അത് ഒരു ഹൗസ് ഹോൾഡിലും ആ അപ്രീസിയേഷൻ കിട്ടുന്നില്ല. ഭയങ്കര കുറവാണ്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ വാട്സപ്പ് വന്നു കഴിഞ്ഞപ്പോ, അയ്യോ എനിക്ക് ചേട്ടൻ തലവേദനയാ, ഈ ചേട്ടൻ മൈൻഡ് ചെയ്തില്ല, ഫോണിലാണ്. അപ്പൊ മറ്റേ ചേട്ടന്മാർ അവിടെ നിന്ന് അയ്യോ മോളെ. അപ്പം ഇങ്ങനെയുള്ള സേട്ടന്മാരും ഒരുപാടുള്ള ഒരു ഇതിലാണ് ഇങ്ങനെയുള്ളത്. അപ്പോൾ ഒരു കാര്യമില്ല, സേട്ടന്മാർ മാത്രമല്ല, ഇപ്പുറത്ത് ചേച്ചിമാരുണ്ടായിരിക്കും. അപ്പോൾ ഭർത്താക്കന്മാരുടെ അവസ്ഥ എന്തായിരിക്കും അതുകൂടി അത് ആലോചിച്ചാൽ അടിപൊളിയായിരിക്കും തോന്നുന്നത്. അത് ഇങ്ങനെയാണോ ഗൈസ്? ശരിക്കും ഇങ്ങനെയാണോ? ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല, അതുകൊണ്ട് എനിക്കറിയില്ല അത് എന്താ അവസ്ഥ എന്ന്. ഇങ്ങനെ അപ്രീസിയേഷൻ ആഗ്രഹിക്കുന്നവരാണോ സ്ത്രീകൾ? എല്ലാ മനുഷ്യന്മാരും അപ്രീസിയേഷൻ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കും. ഇവിടെ ഇങ്ങനെ ഉണ്ടോ? ഇങ്ങനെ EMI അടവ്, അല്ലെങ്കിൽ അസുഖങ്ങൾ, അല്ലെങ്കിൽ കുട്ടികളുടെ പഠനം, ഇങ്ങനെയൊക്കെയായിട്ട് കുറേ പ്രഷർ ഉണ്ടാവില്ല ഒരു വീട്ടിൽ, അല്ലേ? ഹോം ലോൺ സംഗതികളൊക്കെ. ഭാര്യയ്ക്കും ഭർത്താവിനും ജോലി ഉണ്ടെങ്കിൽ സംഗതി രണ്ടുപേരും കൂടി ഷെയർ ചെയ്യുന്നുണ്ടായിരിക്കാം, കാര്യങ്ങൾ അങ്ങനെയൊക്കെ ആയിരിക്കും. അപ്പോൾ ഇതിൽ ഭർത്താവിന് മാത്രമേ ജോലിയുള്ളൂ വിചാരിക്കുക. ഇവർ ഏത് കോണ്ടെക്സ്റ്റ് ഇത് പറയണമെന്ന് എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ ഭർത്താവിന് മാത്രമേ ജോലിയുള്ളൂ വിചാരിക്കുക സപ്പോസ്. അപ്പോൾ നിങ്ങൾ ഈ പ്രഷറും സാധനങ്ങളൊക്കെ ഭാര്യയുടേതാവില്ല, ചില മൂപ്പർ ഒറ്റയ്ക്കായിരിക്കും ചെയ്യുന്നുണ്ടായിരിക്കാം. ഭാര്യയും സപ്പോർട്ട് ചെയ്യുന്നൊക്കെ ഉണ്ടായിരിക്കും, കേൾക്കുന്നൊക്കെ ഉണ്ടായിരിക്കും ഇവരുടെ പ്രശ്നങ്ങളൊക്കെ. പക്ഷേ മിക്ക ഭാര്യമാരും ഇവർ പറഞ്ഞ പോലെ അപ്രീസിയേഷൻ ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ മേ ബി ഒരു പക്ഷേ അവരുടെ മൈൻഡിൽ ഇതൊന്നല്ല പോകുന്നുണ്ടായിരിക്കാം. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു 30,000 രൂപയാണ് ഒരു മാസം ഉണ്ടാക്കാൻ പറ്റണം ഭർത്താവിൻ്റെ ജോലി കൊണ്ട് വിചാരിക്കാം. ഇവർക്കൊരു 10-15,000 രൂപ മാസം അടവായിട്ടുണ്ടെങ്കിൽ ബാക്കി 15,000 രൂപയ്ക്കാണ് കുടുംബത്തിലെ കാര്യങ്ങളും ഒക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ അതിനിടയിൽ അപ്രീസിയേഷൻ കൊടുക്കാൻ മറക്കുന്ന ആണുങ്ങളുണ്ട്. ഞാൻ അവരാരും പ്രോത്സാഹിപ്പിക്കുക അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യുക ഒന്നുമല്ല കേട്ടോ ചെയ്യണത്. ഞാൻ എൻ്റെ കുറച്ച് ഡൗട്ടുകൾ, കൺസേൺസ് ഇവിടെ പങ്കുവയ്ക്കണത് മാത്രം. ഓൺ എക്സ്ട്രാ മറിറ്റൽ റിലേഷൻഷിപ്സ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് കെയർ കിട്ടുന്ന ആളുകൾ, കിട്ടാത്ത കെയർ തരുന്ന കുറച്ച് ആളുകളുണ്ടായിരിക്കുമല്ലോ പുറത്തുനിന്ന്. അപ്പോൾ ഇവരേക്ക് പോകുന്നു. അപ്പോൾ ഇതൊരു കാര്യം എന്ന് വെച്ചാൽ കാമുകന് 10 പൈസ ചിലവുണ്ടാവില്ല, അല്ലെങ്കിൽ കാമുകൻ്റെ കയ്യിൽ കുറേ കാശുണ്ടായിരിക്കും, കുറച്ച് സ്നേഹം, സക്കറിയെ മുത്തേ പറഞ്ഞിട്ട് കുറച്ച് ഡ്രമാറ്റിക്കായിട്ട് ഒന്ന് കൊണിച്ച് വല്ല ചൊക്ലിപ്പട്ടി പോലെ വന്നിട്ടുണ്ടെങ്കിൽ വീഴ്ത്താനും പറ്റുന്നുണ്ടാവും പെണ്ണുങ്ങളെ, അല്ലെങ്കിൽ ഉള്ള ആളുകളെ. അല്ലെങ്കിൽ അങ്ങനെ പോകുന്ന പെണ്ണുങ്ങളായിരിക്കും കുറേ ഉണ്ടാവും. ഇൻറ്റഗ്രിറ്റിയുള്ള പെണ്ണുങ്ങൾ ഒരു പക്ഷേ പോകുന്നുണ്ടായിരിക്കില്ല. പിന്നെ പേഴ്സണൽ ഫ്രീഡമാണ്, ഞാനത് ചെയ്യുക, എനിക്ക് ഹുക്കപ്പ് പ്രശ്നമല്ല, എന്താ പറയുക, 1 നൈറ്റ് സ്റ്റാൻഡ് കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്ന ആളുകളാണെങ്കിൽ മേ ബി അവർക്ക് അവരുടേതായ താല്പര്യം, സന്തോഷം, ഫ്രീഡം ഉണ്ട് ചെയ്യാനുള്ളത്. നമ്മൾ പറഞ്ഞു വരുന്ന സാധനം പൊതുവെ ഇങ്ങനെ കെയർ കിട്ടുന്നവരിലേക്ക് ഭർത്താവിനെ മറക്കണമില്ല, മറക്കാണ്ടിരിക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ പറഞ്ഞു വരുന്നത് പോകുന്നവരാണോ നിങ്ങളുടെ ഒരു അഭിപ്രായം എന്താണ്? ഇപ്പോൾ സംഭവം ശരിയാണ്, നമ്മളൊക്കെ ഇൻഡിവിജ്വൽസാണ്. നമുക്ക് ഒരാളിൽ തന്നെ ഉറച്ചു നിൽക്കണം എന്ന് ഒരു നിർബന്ധമില്ല. നമുക്ക് ഇഷ്ടമുള്ള ആളുകളുടെ കൂടെ പോകാനും കാര്യങ്ങൾ ചെയ്യാനൊക്കെ ഉള്ള ഒരു ഫ്രീഡം ഉണ്ടായിരിക്കും. അതൊരു ടാബു സബ്ജക്റ്റായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമില്ല. സെക്സ്, ലവ് മേക്കിംഗ്, സെക്ഷുവാലിറ്റി എന്നൊക്കെ പറയുന്നത്. അല്ലെങ്കിൽ നമ്മുടെ ടൈം എന്ന് പറയുന്നത് നമുക്കിഷ്ടമുള്ള ആളുകളുടെ കൂടെ സ്പെൻഡ് ചെയ്യാം, നമുക്കിഷ്ടമുള്ള രീതിയിൽ അത് നമുക്ക് വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് കിട്ടുന്ന സ്ഥലങ്ങളിലേക്ക് പോകാം എന്നുള്ളതൊക്കെ അവിടെ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വയ്ക്കുന്നത്, എന്നെ സംബന്ധിച്ചോളം, ഇപ്പോൾ ഞാൻ കല്യാണം കഴിച്ചില്ല കേട്ടോ. അപ്പോൾ എനിക്ക് ഇതിൻ്റെ കാര്യങ്ങൾ കൃത്യമായിട്ട് അറിയില്ല. നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടെങ്കിൽ കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി രസമായിട്ട് നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റും എന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് സാമ്പത്തികമായ കാര്യങ്ങൾ, അല്ലെങ്കിൽ ഓഫീസിൽ നടക്കുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ കരിയറിലെ കാര്യങ്ങൾ, നമ്മുടെ ആശങ്കകളൊക്കെ പങ്കുവയ്ക്കാൻ പറ്റും. അങ്ങനെ എല്ലാ കാര്യങ്ങളും പങ്കുവച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ റൊമാൻറ്റിക് ആയിട്ടുള്ള ഈ ഒരു വൈബ് കുറയോ
എന്ന് എനിക്ക് അങ്ങനെ ചില സമയത്ത് ഇങ്ങനെ സംശയം വരലുണ്ട്. അപ്പോൾ ഈ ഇങ്ങനെയുള്ള കുറേ വിഷയങ്ങൾ കൊണ്ട് ഒക്കെയാണ് ഒരു പക്ഷേ എനിക്ക് കല്യാണം കഴിക്കാൻ ഭയങ്കര പേടിയാണ്. പിന്നെ കല്യാണം കഴിക്കാനുള്ള ബോധവുമില്ല. അങ്ങനെയുള്ള ഒരു കാര്യങ്ങൾ നമുക്ക് സ്വന്തമായിട്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കും. ഇപ്പോൾ തന്നെ നമുക്ക് നമ്മുടേതായ ഒരുപാട് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും വിഷയങ്ങളൊക്കെ ഉണ്ട്. ഒറ്റയ്ക്ക് തന്നെ ജീവിക്കാൻ പാടവിടെ. അപ്പോൾ പിന്നെ വേറെ ആളുടെ കൊണ്ട് ഒരു അവസ്ഥ എന്താണ്. അപ്പോൾ നമ്മുടെ അതേ വൈബുള്ള ആരെങ്കിലുമൊക്കെ ഒരാളെ കിട്ടുകയാണെങ്കിൽ സംഭവം കുറച്ചുകൂടെ ആയിട്ടുള്ളതായിരിക്കും തോന്നുന്നത്. അപ്പോൾ അപ്പോഴും എന്താ ഈ എക്സ്ട്രാ മൊറിറ്റലായിട്ടുള്ള കാര്യങ്ങൾ കേട്ടുകൊണ്ടിരിക്കണോ, അത് സംഭവം അങ്ങനെ ഇത് ഒരു തരത്തിൽ പറയുകയാണെങ്കിൽ ഭയങ്കര പൊസസീവായിട്ട് ഭാര്യ എപ്പോഴും നമ്മുടെ തന്നെ ആവണമെന്നില്ല. ഭർത്താക്കന്മാർ അങ്ങനെ തന്നെ ആഗ്രഹിക്കുന്നത് എനിക്ക് തോന്നുന്നില്ല. കുറച്ചുകൂടി ലിബറലായിട്ട്, കുറച്ചുകൂടിയൊക്കെ റവല്യൂഷണറി ആയിട്ട്, കുറച്ചുകൂടി ഓപ്പണായിട്ട് ചിന്തിക്കുന്ന ആളുകളുണ്ട് തോന്നും. അതായത് അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്തോട്ടെ, പക്ഷേ എന്താ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ഫാമിലിയാണ് എന്നുള്ളൊരു ചിന്ത എപ്പോഴും മൈൻഡിൽ വേണം എന്നൊരു സംഗതി. അപ്പോൾ ഞാൻ അതിനെ ഒന്നിനെയും സപ്പോർട്ട് ചെയ്യുക അല്ലെങ്കിൽ തരം താഴ്ത്തൊന്നുമല്ല ചെയ്യുന്നത്. എൻ്റെ കുറച്ച് കൺസേൺസ് ഇവിടെ പങ്കുവെക്കുന്നു മാത്രം. ഇവിടെ ഒരു ബേസിക് ഫ്രണ്ട്ഷിപ്പ് പാർട്ട്നേഴ്സ് തമ്മിൽ, ഹസ്ബൻഡ് വൈഫ് തമ്മിലുണ്ടെങ്കിൽ കുറേയൊക്കെ കാര്യങ്ങൾ ഇവർക്ക് പ്രഷർ, ടെൻഷനൊക്കെ ഷെയർ ചെയ്യാൻ പറ്റും തോന്നുന്നു. പിന്നെ വേറെ കാര്യം എനിക്ക് തോന്നിയുള്ള കാര്യം എന്ന് വെച്ചാൽ ആവശ്യത്തിൽ കൂടുതൽ കാശ് കയ്യിലില്ലെങ്കിൽ നമുക്ക് നമ്മുടെ ലൈഫിനെ ഒക്കെ ഇത് ബാധിക്കും തോന്നുന്നു. നിങ്ങളൊരു കാര്യം വെച്ചേക്കിൻ, ഇപ്പോൾ ഒരാൾക്ക് ഒരു മാസം 25,000 രൂപയാണ് കിട്ടുന്നത്. അല്ലെങ്കിൽ ഒരു ഫാമിലി ഭർത്താവിനും ഭാര്യയ്ക്കും കൂടി ഒരു മാസം ഒരു 35,000 രൂപ കിട്ടുന്നുണ്ട് വിചാരിക്കുക. ഇവർക്ക് ഹോം ലോണും ഇല്ലാതും കൂടി ചിലവന് ഒരു 10-40 റുപ്യ വരുന്നുണ്ട് വിചാരിക്കുക. അപ്പോൾ ഇവരുടെ കയ്യിൽ സേവിങ്സ് ഒന്നും ഉണ്ടാവില്ല, കടമായിരിക്കും. ഇങ്ങനെ കടം വരുന്ന സമയത്ത് ഇവർക്ക് ഈ ചിരിയും കളിയും ലവ് മേക്കിങ്ങും റൊമാൻറ്റിക് സാധനം ഇതൊന്നും ചിലപ്പോൾ രസമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണമെന്നില്ല. അവരെ ലൈഫിൽ ഇപ്പോൾ വിള്ളലുകൾ വരും. എൻ്റെ പല സുഹൃത്തുക്കളും പറയുന്നുണ്ട്, കാശ് സാമ്പത്തികമായിട്ട് ഓക്കെ ആണെങ്കിൽ തന്നെ കുറേ പ്രശ്നങ്ങൾ തീർന്നു കിട്ടുന്നു. അപ്പോൾ എനിക്ക് നിങ്ങൾക്ക് പറയാനുള്ളൊരു കാര്യം എന്താ വെച്ചാൽ, നിങ്ങൾ കല്യാണം കഴിക്കാൻ പോകുന്ന ആളുകളാണെങ്കിൽ, ആൾറെഡി കല്യാണം കഴിഞ്ഞ ആളുകളാണെങ്കിൽ, നിങ്ങളുടെ പാർട്ണർ തമ്മിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ സാമ്പത്തികമായിട്ട് നിങ്ങൾ ഓക്കെ ആണോ എന്ന് സ്വയം ഒന്ന് അനലൈസ് ചെയ്ത് വെക്കുക. കുറേ കാശുണ്ടെങ്കിൽ തന്നെ കുറേ പ്രശ്നങ്ങൾ മാറിക്കിട്ടും. ഇപ്പോൾ ഇന്ന് വൈകുന്നേരം ഇപ്പോൾ EMI ഒരു 2,500 രൂപ നിങ്ങൾക്ക് അടയ്ക്കേണ്ടി വിചാരിക്കുക. ഈ 2,500 രൂപ നിങ്ങളുടെ കയ്യിലില്ല വിചാരിക്കാം. ഈ സമയത്ത് ചിലപ്പോൾ നിങ്ങളുടെ പാർട്ട്ണറുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്തെങ്കിലും ക്ലാഷ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. കാരണം നിങ്ങളുടെ മൈൻഡിൽ മൊത്തം ഈ 2,500 രൂപ ഉണ്ടാക്കുന്നതാവും. ഇത് വേറെ നമ്മൾ കടം വാങ്ങി റെഡിയാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഇത് നാളേക്ക് വേറൊരു ചിലവ്, ഒരു 5,000 രൂപയുടെ ചിലവ് വേറെ വരുന്നുണ്ടായിരിക്കും. അപ്പോൾ സാമ്പത്തികമായിട്ട് നിങ്ങൾ ഭദ്രമായ ഒരു അവസ്ഥയിൽ അല്ലെങ്കിലും കുറേ പ്രശ്നങ്ങളുണ്ടായിരിക്കും. അത് റിലേഷൻഷിപ്പുകൾ ബാധിക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ എക്സ്ട്രാ മറിറ്റൽ റിലേഷൻഷിപ്പുകളിലേക്ക് കുറേ ചൊക്കളിപ്പട്ടികൾ കയറി വരാനുള്ള സാധ്യത കൂടും. കാമുകന്മാർക്ക് എന്താ വെച്ചാൽ അവർക്ക് കുറേ ചിലവും ഇങ്ങനെയുള്ള സാധനങ്ങളും വിഷയങ്ങളൊന്നും ഉണ്ടാവില്ല. വേറെ എന്തെങ്കിലും ഇത് അവരുദ്ദേശിക്കുന്ന പോലെ സാധനങ്ങൾ കിട്ടിയാൽ മതി എന്ന് വിചാരിക്കുന്ന കുറേ ജന്തുക്കളുണ്ട്. പിന്നെ വേറെ കാര്യം, എക്സ്ട്രാ റിലേഷൻഷിപ്പിലേക്ക് പോകുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം, ബി സേഫ് അല്ലെങ്കിൽ പോകേണ്ടതെന്നുള്ള വേറെ കാര്യം. സംഭവം എന്താ വെച്ചാൽ അത് ഓരോരുത്തർ ക്യാരക്ടറിനനുസരിച്ച് അവരൊരു സിറ്റുവേഷൻ അനുസരിച്ചൊക്കെ ഇരിക്കുന്നതാണ് എനിക്ക് തോന്നണത്. അപ്പോൾ ഇവിടെ പറഞ്ഞു തരുന്ന എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, കമ്മിറ്റ്മെൻറ്റ് എന്നതിനെ അവരെങ്ങനെയൊക്കെ നോക്കിക്കാണുന്നു അതിനനുസരിച്ചിട്ടൊക്കെ ഇരിക്കും. അപ്പോൾ ഇവിടെ ഞാൻ പറയണത് എന്തായാലും സേഫായിട്ടിരിക്കും. നമ്മൾ അറിയണതാണ്, പല ആളുകളും കിഡ്നി വരെ അടിച്ചുകൊണ്ട് പോകും ഒരു ഗ്യാപ്പ് കിട്ടിയിട്ടുണ്ടെങ്കിൽ. പിന്നെ പല ആളുകളും ഭീഷണിപ്പെടുത്തിക്കൊണ്ട്, അതായത് പെണ്ണിനെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് എൻ്റെ ഈ ചാറ്റ് ഞാൻ പുറത്തു വിടും, ഭർത്താവിന് അയച്ചു കൊടുക്കും, നിൻ്റെ ന്യൂഡ് ഫോട്ടോ ഞാൻ അയച്ചു കൊടുക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ത്രെറ്റൻ ചെയ്ത് ലക്ഷക്കണക്കിന് രൂപ വാങ്ങിയിട്ട് വിലസി നടക്കുന്ന കാമുകന്മാരുണ്ട്, കള്ളക്കാമുകന്മാർ ഇങ്ങനെയുണ്ട്, നമ്മുടെ നാട്ടിലുണ്ട്. അതായത് നമുക്ക് ചുറ്റും നോക്കി നമ്മുടെ നാട്ടിലൊക്കെ ഉള്ളതായിട്ട് നമുക്ക് അറിയാൻ സാധിക്കും. അപ്പോൾ ഇവിടെ പറഞ്ഞു വരുന്നത്, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ പറഞ്ഞാൽ നമ്മുടെ സമൂഹത്തിലുണ്ട്. അപ്പോൾ ഇവിടെ പറഞ്ഞു വരുന്നത്, ഇങ്ങനെ സേഫായിട്ടിരിക്കുക ഇങ്ങനെ കുറേ വിഷയങ്ങളുണ്ട്. കാമുകനായിരിക്കാൻ വലിയ പണിയൊന്നും ഉണ്ടായിരിക്കില്ല. പക്ഷേ നമുക്ക് അതായത് എന്തെങ്കിലും ഡെയിലി ലൈഫിൽ 24 മണിക്കൂറും കൂടുതലുള്ള ഒരാളും എപ്പോഴെങ്കിലും കയറി വരുന്ന കാമുകനും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. അപ്പോൾ ഇവിടെ എന്താ പറയുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അതുമല്ലേ പല പ്രണയവിവാഹങ്ങളും ഒരു പ്രത്യേക സ്റ്റേജ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പൊട്ടിപ്പോകാനുള്ള കാര്യം, ഡിവോഴ്സ് റേറ്റ് ഏറ്റവും കൂടുതൽ പ്രണയവിവാഹങ്ങളുടെ ഉള്ളതാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അതെന്തായെന്ന് വെച്ചാൽ, നമ്മൾ ഈ ഫെമിലിയാരിറ്റി ബ്രീഡ്സ് കണ്ടംപ്റ്റ് എന്നൊരു സാധനം ഉണ്ടല്ലോ, നമ്മുടെ ഈ ബട്ടർഫ്ലൈസ് പറന്നു പോകുന്ന സാധനം ഇതൊക്കെ ഒരുമിച്ച് ജീവിക്കുമ്പോൾ പലപ്പോഴും പോകുന്നുണ്ടായിരിക്കും. പക്ഷേ ഒരു കാമുകൻ ഉണ്ടാകുന്ന സമയത്ത് അത് വേറൊരു റൊമാൻറ്റിക് വൈബ് കൂടുതലുണ്ടാകുന്ന ഒരവസ്ഥയിലൊക്കെ ആയിരിക്കും. ഇത് റൊമാൻറ്റിക് സാധനം നമ്മുടെ ഹസ്ബൻഡ് വൈഫ് ലൈഫിലേക്ക്, റിലേഷൻഷിപ്പിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുക എന്ന് പറയുന്നത് ഒരു ആർട്ടാണ്. അങ്ങനെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈഫ് കുറച്ചുകൂടി അടിപൊളിയായിരിക്കും. അപ്പോൾ സംഗതി കുറച്ചുകൂടി രസമായിരിക്കും തോന്നണം. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ റാൻഡമായിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ എന്താണ് നിങ്ങളുടെ അഭിപ്രായം? നിങ്ങൾ ഈ ഫാമിലി ലൈഫിന് എത്രത്തോളം പ്രാധാന്യം കൊടുക്കുന്നുണ്ട്? നിങ്ങൾ ഈ എന്തെങ്കിലുമൊക്കെ ചെറിയ വിഷയങ്ങളുണ്ടാകുമ്പോഴേക്ക് കാമുകൻ്റെ കൂടെ ചാടിപ്പോകാൻ വേണ്ടിയിട്ട്, കാമുകൻ്റെ കെയർ കിട്ടാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ആളുകളാണോ? ആണെങ്കിലും അല്ലെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടേതായ ശരികളും തെറ്റുകളും മോറൽസും എത്തിക്സും സാധനങ്ങളൊക്കെ ഉണ്ടായിരിക്കുമല്ലോ. അതങ്ങനെ തന്നെ നിൽക്കട്ടെ. ഞാൻ പറഞ്ഞു വരുന്നത്, ഓപ്പണായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഉണ്ടെങ്കിൽ നമ്മുടെ പ്രശ്നങ്ങൾ എന്താണോ, നമ്മുടെ ആശങ്കകൾ എന്താണോ, എന്താണ് നമ്മുടെ പ്രശ്നം, എന്താണ് നമ്മുടെ വിഷയങ്ങൾ,
സന്തോഷവും ഒക്കെ പങ്കുവെക്കാൻ പറ്റുകയാണെങ്കിൽ ഭയങ്കര ആത്മാർത്ഥമായിട്ടുള്ള ഓപ്പണായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഉണ്ടെങ്കിൽ തന്നെ കുറേ പ്രശ്നങ്ങൾ മാറും തോന്നുന്നു. പിന്നെ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഉണ്ടാക്കിയെടുക്കണതല്ലേ, കൂടുതൽ ബ്യൂട്ടിഫുൾ ആക്കി എടുക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ കയ്യിൽ നമ്മളൊരു ആർട്ട് വർക്ക് പോലെ, ഒരു പെയിൻറ്റിങ് പോലെയാണ്, അല്ലെങ്കിൽ പറഞ്ഞ പോലെ ഒരു സ്കൾപ്ചർ, ശില്പം പോലെയാണ്. നമ്മുടെ ഒരു ഈസ്തറ്റിക് സാധനം വെച്ചിട്ട് നമ്മളിങ്ങനെ ഉണ്ടാക്കി ബെറ്ററാക്കി കൊണ്ടുവരുന്നതല്ലേ. അപ്പോൾ എല്ലാവർക്കും അടിപൊളിയായിട്ടുള്ള ഫാമിലി ലൈഫ് ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. പെണ്ണ് കിട്ടാത്തവർ ഇഷ്ടം പോലെ ഉണ്ട് നമ്മുടെ ചുറ്റും, ഒന്നുകൂടി മനസ്സിലാക്കുക. അപ്പോൾ ഇത് ഇങ്ങനെയുള്ള ഈ കഥകൾ, നോവലുകൾ, അതേപോലെ തന്നെ പത്രവാർത്തകൾ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോഴേ സത്യം പറയുകയാണെങ്കിൽ പെണ്ണ് കെട്ടാനുള്ളൊരു ഉള്ള താല്പര്യം തന്നെ, ആഗ്രഹം തന്നെ ഇല്ലാണ്ടായി പോകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ പെണ്ണ് കിട്ടാത്തവർ ഇങ്ങനെ അളിഞ്ഞും പൊളിഞ്ഞും പോവും. അത്രയേ ഉള്ളൂ. ബൈ ബൈ.